റവന്യൂ മന്ത്രി കെ രാജനാണ് എന്നോടൊപ്പം ഉള്ളത്. ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് 2 വർഷം മുൻപ് ഒരു വലിയ അപകടം ഉണ്ടായി. അന്ന് ഈ ദുരന്ത നിവാരണത്തിന് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയാണ്. അത്ര വലിയൊരു ദുരന്തമല്ലെങ്കിലും ഈ ദുരന്തഭൂമിയിൽ വരുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ഇതിൻ്റെ ഏകോപന പ്രവർത്തനങ്ങൾ കുറെ കൂടി കാർക്കശ്യമായി നമുക്ക് മുന്നോട്ട് പോകണം. സർക്കാരിന് എല്ലാവിധ പിന്തുണയും ഈ കാര്യത്തിൽ അറിയിക്കുകയാണ്. ഇവിടെ നമ്മൾ ഒരുമിച്ച് നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയമോ ജാതിമത ചിന്തകളൊന്നുമില്ലാതെ മനുഷ്യനായി നിന്ന് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ കരണീയമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലാണ് കേന്ദ്രീകരിക്കേണ്ടത്. പക്ഷേ അതോടൊപ്പം തന്നെ 2 കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടാകണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. ഒന്ന്, ഇവിടെ നടക്കുന്നത് പോലെ നമ്മുടെ ദുരന്തത്തിൽ കാണാതാവപ്പെട്ട, നമുക്ക് മനസ്സിലാകപ്പെടാത്തതുമായിട്ടുള്ള ആളുകൾ ഈ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് എല്ലാ അർത്ഥത്തിലും നോക്കണം. ചാലിയാർ പുഴ ഒഴുകുന്ന വഴിയിലുള്ള കോൺക്രീറ്റ് പാളികൾക്കകത്തുൾപ്പെടെ നല്ല പരിശോധന. കൂട്ടിയിട്ട മണ്ണിൽ മാത്രം പോരാ, ആ വഴിയിലൂടെ പോകുന്ന വഴിയുടെ സൈഡിലോ മണ്ണിനിടയിലോ കോൺക്രീറ്റ് ഭിത്തികളിലോ ഉൾപ്പെടെ കിടക്കുന്നുണ്ടോ എന്നതടക്കം റഡാർ സംവിധാനങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആഴത്തിലുള്ള പരിശോധന നടത്തണം.